قال الإمام أبو بكر بن أبي داود رحمه الله: ولا تنكرا جهلا نكيرا ومنكرا ولا الحوض والميزان إنك تنصح، وقل يخرج الله العظيم بفضله من النار أجسادا من الفحم تطرح، على النهد في الفردوس تحيا بمائه كحب حميل السيل إذ جاه يطفح، وإن رسول الله للخلق شافع، وقل في عذاب القبر حق موضح. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹായിയ എന്ന കവിതയിലെ പരലോകവുമായി ബന്ധപ്പെട്ട വിശ്വാസം, അതിലെ ഏറെ പ്രധാനപ്പെട്ട ചില രംഗങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണം. പരലോകവുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ചില രംഗങ്ങൾ വിശദീകരിക്കുന്ന ഭാഗമാണിത്. നോക്കൂ, ആദ്യത്തെ വരി ഇങ്ങനെയാണ്: വലാ തുൻകിറൻ ജഹ്ലൻ നകീറൻ വമുൻകറൻ വലൽ ഹൗദ വൽ മീസാന ഇന്നക തുൻസഹു. വലാ തുൻകിറൻ, നീ നിഷേധിക്കരുത്, ജഹ്ലൻ അറിവില്ലാതെ, നകീറൻ വമുൻകറൻ, മുൻകർ നകീർ എന്നീ രണ്ട് മലക്കുകളുടെ കാര്യം നിഷേധിച്ചു പോകരുത്. വലൽ ഹൗദ, പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന ഹൗദിനെ നിഷേധിക്കരുത്. വൽ മീസാൻ, അന്ത്യനാളിലെ തുലാസിനെ നിഷേധിക്കരുത്. ഇന്നക തുൻസഹു, ഇത് നിനക്ക് നസീഹത്തായി നൽകപ്പെടുന്ന കാര്യമാണ്. നോക്കൂ, യൗമുൽ ആഖിർ അഥവാ അന്ത്യദിനം, അതിലുള്ള വിശ്വാസം നമ്മുടെ ഈമാനിന്റെ അടിത്തറകളിൽ ഒന്നാണ്. ഉസൂലുൽ ഈമാൻ, അതിന്റെ ഭാഗമാണ് എന്ത്? അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള അന്ത്യദിനത്തിലുള്ള വിശ്വാസം. എന്താണ് ഈ പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ? പരലോക വിശ്വാസം എന്നാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടതു മുതൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഖുർആനിലും സുന്നത്തിലും വന്നുവോ അതിലെല്ലാം വിശ്വസിക്കുക പരലോക വിശ്വാസത്തിന്റെ ഭാഗമാണ്. വളരെ ശ്രദ്ധിക്കുക ഇക്കാര്യം. ഒരു മനുഷ്യൻ മരണപ്പെട്ടതു മുതൽ എന്തെല്ലാം, ഒരാളുടെ മരണം മുതൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഖുർആനിലും സുന്നത്തിലും വന്നുവോ അതിലെല്ലാം വിശ്വസിക്കുക പരലോക വിശ്വാസത്തിന്റെ ഭാഗമാണ്. പരലോക വിശ്വാസത്തിന്റെ ഭാഗമാണ് മരണത്തോടെ ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അഥവാ മലക്കുൽ മൗത്ത് വരുന്നതും അയാളുടെ റൂഹ് പിടിക്കുന്നതും, ശേഷം ബർസഖിലെ അഥവാ ഖബർ ജീവിതത്തിലെ പരീക്ഷണവും അവിടെയുള്ള രക്ഷാശിക്ഷകളും എല്ലാം. അത് കഴിഞ്ഞ് നാളെ പരലോകത്ത് അറസാത്തുൽ ഖിയാമ, മഹ്ശറിൽ ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ബഅസ്, അവിടെ ഉയർത്തെഴുന്നേറ്റു വരിക, അവിടെ കർമ്മങ്ങളുടെ ഏടുകൾ ആളുകൾക്ക് നൽകപ്പെടുക, അതുപോലെ മീസാൻ, തുലാസ് സ്ഥാപിക്കപ്പെടുക, ഹിസാബ്, അള്ളാഹുവിന്റെ വിചാരണ നടക്കുക, സറാത്തിലൂടെ നരകത്തിനു മേലെയുള്ള പാലത്തിലൂടെ കടന്നു പോവുക. ഈ അന്ത്യനാളിലെ ഈ രംഗങ്ങളെല്ലാം പരലോക വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനുശേഷം പിന്നെ എന്താണ്? സ്വർഗവും നരകവും, ജന്നത്തു വന്നാർ, പരലോക വിശ്വാസത്തിന്റെ ഭാഗമാണ്. ബർസഖിലെ ജീവിതം, ഖിയാമത്ത് നാളിലെ രംഗങ്ങൾ, അതുപോലെ സ്വർഗവും നരകവും. ബർസഖിലെ ജീവിതം, ഖിയാമത്ത് നാളിലെ രംഗങ്ങൾ, സ്വർഗവും നരകവും പരലോക വിശ്വാസത്തിന്റെ ഭാഗമാണ്.
ഇതിൽ ഈ വരികളിൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുപോയി എന്ന് മാത്രം. അതിലൊന്നാണ് ഖബറിലെ പരീക്ഷണം. മുൻകർ, നക്കീർ എന്നീ മലക്കുകളുടെ കാര്യം പറഞ്ഞപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. മുൻകർ, നക്കീർ എന്നീ രണ്ട് മലക്കുകൾ, ആ രണ്ട് പേരുകൾ അത് ഒരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. അതുകൊണ്ട് ചിലർ പറഞ്ഞു മുൻകർ, നക്കീർ എന്ന മലക്കുകൾ പറയാൻ പാടില്ല, കാരണം അത് മലക്കുകളെ ചീത്ത വിളിക്കാനാണ്. കാരണം മുൻകർ, നക്കീർ ഇത് രണ്ടും ഒരാൾക്ക് പ്രയാസമുണ്ടാകുന്ന, വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. പക്ഷേ അത് രണ്ട് പേരുകൾ പറയുക എന്നത് മലക്കുകളെ ചീത്ത പറയലല്ല, മറിച്ച് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പേരുകളാണ്. അത് ഖബറാളിക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലാണ് അള്ളാഹു ആ മലക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം ഖബറിലെ പരീക്ഷണം എന്നത് ഭീതിജനകമാണ്. അവനെ ഭീതിപ്പെടുത്തുന്ന രൂപത്തിലാണ് അള്ളാഹു പരീക്ഷണം നിശ്ചയിച്ചിട്ടുള്ളത്. ആരാണ് മുൻകറും നക്കീറും? മുൻകറും നക്കീറും ഖബറിൽ ഒരാൾ ഖബറടക്കപ്പെട്ടാൽ അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന രണ്ട് മലക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്ക് കാണാം ആ മലക്കുകളുടെ വിശേഷണമായി അസ്വദാനി അസ്റഖാൻ, കറുകറുത്ത നിറമുള്ള നീല കണ്ണുകളുള്ള മലക്കുകളാണ്. നോക്കൂ, ആ രൂപം തന്നെ അങ്ങേറ്റം ഭയപ്പെടുത്തുന്നതാണ്. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ജനാസയിൽ പങ്കെടുക്കാൻ, ഖബറടക്കാൻ വേണ്ടി ചെന്നു. സഹാബത്തും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഖബറടക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല, ഖബർ പൂർണ്ണമായി കുഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. അവിടുത്തെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, അത് മണ്ണിൽ ഇങ്ങനെ കുത്തി എന്തോ ചിന്തിക്കുന്ന ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. സഹാബത്ത് നബിയുടെ അരികിൽ മിണ്ടാതെ ഇരുന്നു. അവരുടെ കഅന്ന റഊസിന തയ്ർ, ബറാ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഞങ്ങളുടെ ശിരസിൽ പക്ഷി ഇരിക്കുന്നുണ്ട് എന്നതുപോലെ അത്രയും ശാന്തരായി ശ്രദ്ധയോടെ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവരോട് പറഞ്ഞു, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടുക. എന്നിട്ട് രണ്ട് രൂപത്തിലുള്ള ആളുകളെ അള്ളാഹു മരിപ്പിക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. നല്ല ഒരാളാണോ എങ്കിൽ അവന്റെ മരണത്തിന്റെ സമയമെത്തിയാൽ വെളുത്ത നിറമുള്ള, കണ്ടാൽ സന്തോഷം തോന്നുന്ന മലായിക്കത്ത് വരും. അവന്റെ കണ്ണെത്താ ദൂരത്തോളം അവർ വന്ന് ഇരിക്കും. അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ, പുടവ, തുണി ഉണ്ടാകും. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധമുണ്ടാകും. അങ്ങനെ അവരുടെ നേതാവായ മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മലക്ക് വരികയായി. ഇദ്ദേഹത്തിന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് ഏറ്റെടുക്കും. ആ റൂഹിനോട് പുറത്തേക്ക് വരാൻ പറയും, നല്ല ആത്മാവേ ഒരു പുറത്തേക്ക്, അയ്യത്തുഹ റൂഹ് തയ്യിബ, പുറത്തേക്ക് വരിക എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഒരു പാത്രത്തിന്റെ വായിലൂടെ, ഒരു കൂജയുടെ വായിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നത്? അത്രയും സൗമ്യമായ രൂപത്തിൽ, ഒരു പ്രയാസവുമില്ലാതെ അദ്ദേഹത്തിന്റെ റൂഹ് പുറത്തേക്ക് വരും. അതേറ്റെടുത്തു കഴിഞ്ഞാൽ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും ആ റൂഹ് ഉണ്ടാവുകയില്ല. ബാക്കിയുള്ള മലക്കുകൾ അത് ഏറ്റുവാങ്ങും. സ്വർഗത്തിൽ നിന്നുള്ള കഫൻ, പുടവയിൽ അതിനെ പൊതിയും. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പുരട്ടും. എന്നിട്ട് ഈ ആത്മാവുമായി, റൂഹുമായി മുകളിലേക്ക് കയറിപ്പോകും. ഓരോ ആകാശവും കടന്നു പോകും. ആകാശത്തിന്റെ വാതിലുകൾ അതിനുവേണ്ടി, ആ റൂഹിനു വേണ്ടി തുറക്കും. ഓരോ ആകാശത്തിലെയും മലക്കുകളുടെ സംഘം ഈ റൂഹിനെ അനുഗമിക്കും. ഏതാണ് ഈ നല്ല ആത്മാവ് എന്ന് ആകാശലോകത്തുകൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന മലക്കുകളെല്ലാം ചോദിക്കും. അത്രയും നല്ല സുഗന്ധമായിരിക്കും അതിലൂടെ പുറത്തു വരിക. ആ റൂഹിൽ നിന്ന് ഏറ്റവും നല്ല സുഗന്ധമുള്ള ഈ ദുനിയാവിലെ കസ്തൂരി ഏതോ അതിനേക്കാൾ സുഗന്ധം പുറത്തേക്ക് വരും, അല്ലെങ്കിൽ അതുപോലുള്ള സുഗന്ധം വരും. അങ്ങനെ മുകളിലേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഈ അടിമയുടെ രേഖ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തുക എന്ന് പറയും. ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ, ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ. ഇല്ലിയൂനിലാണ് പുണ്യവാന്മാരായ ആളുകളുടെ രേഖ.
അങ്ങനെ നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ പറയും, ഈ ആത്മാവിനെ നിങ്ങൾ ഭൂമിയിലേക്ക് മടക്കുക. മണ്ണിൽ നിന്നാണ് ഞാൻ അവനെ പടച്ചത്, അതിലേക്ക് നാം അവനെ തിരിച്ചു കൊണ്ടുപോകും, അതിൽ നിന്ന് തന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ റൂഹ് താഴേക്ക് വരികയാണ്. അപ്പോഴേക്കും ശരീരം മണ്ണിൽ ഖബറടക്കിയിട്ടുണ്ടാകും. ഖബറിലേക്ക് ഈ റൂഹ് തിരിച്ചു ലഭിക്കുന്നതാണ്. ഖബറിലുള്ളയാൾ ഖബറടക്കി തിരിച്ചു പോകുന്നവരുടെ കാലടി ശബ്ദം കേൾക്കുന്നതാണ്. അവന്റെ അരികിലേക്ക് 2 മലക്കുകൾ വരും, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയൻതഹിറാനിഹി, അവനെ വിരട്ടും, പേടിപ്പെടുത്തും. എന്നിട്ടാണ് 3 ചോദ്യങ്ങൾ ചോദിക്കുക. ആരാണ് നിന്റെ റബ്ബ്? ഏതാണ് നിന്റെ ദീൻ? നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഇദ്ദേഹത്തെക്കുറിച്ച് എന്തു പറയുന്നു? നോക്കൂ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തു പറയുന്നു എന്നല്ല റിവായത്തുകളിലുള്ളത്. നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ആളെക്കുറിച്ച് എന്തു പറയുന്നു എന്നാണ്. ഒരു മുഅ്മിൻ പറയും, അല്ലാഹു റബ്ബി ഇസ്ലാമു ദീനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്താൽ പറയും, ഇത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫആമന്നാ ബിഹി വത്തബഅനാഹു. ഇത് അല്ലാഹു സന്മാർഗവുമായി വ്യക്തമായ തെളിവുകളുമായി നമ്മിലേക്ക് നിയോഗിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞങ്ങൾ ഈ നബിയിൽ വിശ്വസിക്കുകയും ഈ നബിയെ പിൻപറ്റുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അൻ സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവന് നിങ്ങൾ സ്വർഗ്ഗത്തിലെ വിരിപ്പ് വിരിച്ചു കൊടുക്കുക. വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന ഔ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കുക. അങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുഗന്ധവും സ്വർഗ്ഗത്തിൽ നിന്നുള്ള ആ പരിമളവും സുഖവുമെല്ലാം ഖബറിലേക്ക് എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് മുഅ്മിൻ പറയും, യാ റബ്ബി അഖിമിസ്സാ, എന്റെ റബ്ബെ ഒന്ന് ഖിയാമത്ത് അന്ത്യനാൾ കൊണ്ടുവരൂ. കാരണം ഇതിനേക്കാൾ സുഖ സൗകര്യങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അവനോട് പറയപ്പെടും, നീ ഉറങ്ങിക്കൊള്ളുക. ഒരു മണവാളന്റെ ഉറക്കം എങ്ങനെയാണോ അതുപോലെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരല്ലാതെ നിന്നെ വിളിച്ചുണർത്തുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ഇതിന് നേർ വിപരീതമായ മോശക്കാരനായ ഒരുവന്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. അവന്റെ ആയുസ്സെത്തിയാൽ അതാ മലക്കുകൾ വരികയായി, കറുത്ത മുഖമുള്ള മലക്കുകൾ. അവർ വന്ന് അവന്റെ കണ്ണെത്താ ദൂരത്തോളം ഇരിക്കും. അവൻ അവരെ കാണും, മരിച്ചിട്ടില്ല, മരിക്കുന്നതിന് മുമ്പ് കാണും. അവന്റെ റൂഹ് പുറത്തേക്കെടുക്കാൻ വേണ്ടി വരും, മലക്കുൽ മൗത്ത് വരും, പുറത്തേക്ക് വരിക എന്നവന്റെ റൂഹിനോട് പറയും. അപ്പോൾ അത് ശരീരത്തിന്റെ ഉള്ളിൽ ഒളിക്കാൻ ശ്രമിക്കും, ആ റൂഹിനെ പറിച്ചെടുക്കും. എങ്ങനെയാണോ മുള്ളിൽ നിന്ന് പരുത്തി വേർതിരിച്ചെടുക്കുന്നത് അതുപോലെ പറിച്ചെടുക്കും അവന്റെ റൂഹിനെ. അതിൽ നിന്ന് അങ്ങേയറ്റം മോശമായ ചീഞ്ഞളിഞ്ഞ ഒരു ശവത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധമേതോ അതുപോലുള്ള ദുർഗന്ധം പുറത്തേക്ക് വരും. അല്പസമയം പോലും മലക്കുൽ മൗത്ത് അതിനെ കയ്യിൽ വെക്കുകയില്ല, ബാക്കിയുള്ള മലക്കുകളുടെ കയ്യിലേക്ക് കൈമാറും. ആ മലക്കുകളുടെ കയ്യിൽ നരകത്തിൽ നിന്നുള്ള കഫൻ പുടവ ഉണ്ടാകും. ആ കഫൻ പുടവയിൽ ഈ റൂഹിനെ പൊതിന് മുകളിലേക്ക് കൊണ്ടുപോകും. ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽ പോലും അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഫത്തഹു, ഈ ആയത്ത് ഓതി, ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ വലാ യദ്ഖുലൂന അൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത്. അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഒട്ടകം സൂചിയുടെ തുളയിലൂടെ പ്രവേശിച്ചാലല്ലാതെ. അതെങ്ങനെ സംഭവിക്കും? ഒരിക്കലും സംഭവിക്കുകയില്ല. അങ്ങനെ ആ റൂഹ് താഴേക്ക് വലിച്ചെറിയപ്പെടുന്നു. അവന്റെ ഖബറിലേക്ക് അവന്റെ റൂഹ് തിരിച്ചു ലഭിക്കുന്നു. 2 മലക്കുകൾ വരും, അവൻ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് ചോദിക്കും, എന്റെ റബ്ബാരാണ്, എന്റെ ദീനേതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഇദ്ദേഹത്തെ കുറിച്ച് എന്തു പറയുന്നു? ഒന്നിനും അവൻ ഉത്തരം പറയാൻ സാധിക്കുകയില്ല. എന്നിങ്ങനെ അവൻ അട്ടഹസിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നോക്കൂ, അവനെ
അവന് അതിനുശേഷം ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അവന്റെ രേഖ സിജ്ജീനിൽ രേഖപ്പെടുത്തപ്പെടും. നരകത്തിൽ നിന്നുള്ളൊരു കവാടം അവന്റെ ഖബറിലേക്ക് തുറക്കപ്പെടും. നരകത്തിലെ തീയും ചൂടുമെല്ലാം അവന്റെ ഖബറിലെത്തും. അവന്റെ ഖബർ അവനെയും കൊണ്ട് ഇടുങ്ങും, അവനെ ഞെരുക്കി കളയും. അവന്റെ നെഞ്ചിലെ വാരിയല്ലുകൾ പരസ്പരം കോർത്തുപോകുമാറും ഖബറിൽ അവൻ ഇടുക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ ശിക്ഷിക്കാൻ ഒരു ദണ്ഡുമായി കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാത്ത ഒരു പടപ്പിനെ ഖബറിൽ നിശ്ചയിക്കപ്പെടും. അവനെ ആ ദണ്ഡ് കൊണ്ട് അടിക്കും. അപ്പോൾ അവൻ പൊടി പൊടിയായി തീരും. വീണ്ടും അവൻ കൂട്ടിയോജിപ്പിക്കപ്പെടും, വീണ്ടും ശിക്ഷിക്കപ്പെടും. നോക്കൂ, ഇങ്ങനെ അവന്റെ ശിക്ഷ തുടരും. അവൻ പറയും, റബ്ബി ലാ തുഖിമിസ്സാ, അല്ലാഹുവേ ഒരിക്കലും നീ ഖിയാമത്ത് കൊണ്ടുവരല്ലേ എന്നവൻ വിലപിക്കും. കാരണം ഇനി പോകാനുള്ളത് ഇതിനേക്കാൾ കടുത്ത ശിക്ഷയിലേക്കാണ്. നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ അദ്ദേഹം തന്റെ താടിരോമങ്ങൾ നനയുമാറ് കരയുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, സ്വർഗ നരകങ്ങളെ കുറിച്ച് പറയപ്പെടാറുണ്ട് നിങ്ങളുടെ അരികിൽ, പക്ഷെ ഇങ്ങനെ നിങ്ങൾ കരാറില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ അത് പരലോകത്തേക്കുള്ള യാത്രയിൽ ഇറങ്ങാനുള്ള ഇടത്താവളങ്ങളിൽ ഒന്നാമത്തെ ഇടത്താവളമാണ്. അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളത് അതിനേക്കാൾ എളുപ്പമായിരിക്കും. അവിടെ കാര്യം മോശമായാൽ പിന്നീട് അങ്ങോട്ട് അതിനേക്കാൾ മോശമായിരിക്കും. നോക്കൂ, ഈ ഖബർ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അനുഭവിക്കാനുള്ള അനുഭവമാണ്. എനിക്കും നിങ്ങൾക്കുമെല്ലാം അള്ളാഹു റൂഹ് ഊതിയിട്ടുണ്ടോ? മരണം എല്ലാവർക്കും ഉണ്ട്, അള്ളാഹു വിധിച്ചിട്ടുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വിധിച്ചിട്ടുണ്ട്. ഈ ഖബറിലെ അനുഭവം സകലർക്കുമുള്ളതാണ്. അവൻ ഖബറടക്കപ്പെട്ടാലും ശരി, അവൻ കത്തിച്ചാമ്പലായി ചാരമായാലും ശരി, അവനെ വന്യമൃഗങ്ങൾ ഭക്ഷിച്ചാലും ശരി, അവനെ മത്സ്യങ്ങൾ കടിച്ചാലും ശരി, അവൻ പൊടി പൊടിയായി പാറിപ്പോയാലും കഷ്ണം കഷ്ണമായി എങ്ങെന്നറിയാതെ പോയാലും ശരി, ഈ അനുഭവങ്ങൾ അള്ളാഹു അവന് നൽകുന്നതാണ്, ഒരു സംശയവുമില്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതെല്ലാം ഗൈബിയായ കാര്യമാണ്, ഗൈബിയായ കാര്യമാണ്. അതല്ലാതെ ഖബർ നമ്മൾ തുറന്നു നോക്കിയാൽ ഇത് കാണുകയില്ല. ഇത് കണ്ടാൽ പിന്നെ നമ്മുടെ വിശ്വാസത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? കാണാതെ നീ വിശ്വസിച്ചാലാണ് അതിന്റെ വിശ്വാസം ശരിയാവുക. ചില വിവരദോഷികൾ ചോദിക്കുന്നു, ചില വിഡ്ഢികൾ ചോദിക്കുന്നു, സ്വർഗത്തിൽ നിങ്ങൾ അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്ന് പറയും. ഇവിടെ അത് ചെയ്ത് കാണിച്ചതാ, എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് ചില വിവരദോഷികൾ പറയുന്നു. ലോകം ചുറ്റി വന്നാൽ വിവരമുണ്ടാകണമെന്നില്ല. ചില വിവരദോഷികൾ പറയുകയാണ്, പിന്നെ വിശ്വാസത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? എല്ലാം നിനക്കിവിടെ കണ്ണിൽ കാണിച്ചു തന്നാൽ നീ ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ വിധി നിശ്ചയിക്കണമെന്ന് നീ ആരാണ് ഈ ചോദിക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് വിശ്വസിക്കുന്നവൻ ആരാണ്, നിന്നെ പോലെ നിഷേധിക്കുന്നവൻ ആരാണ് എന്ന് വേർതിരിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ദുനിയാവ് നിശ്ചയിച്ചിരിക്കുന്നു. പരലോകം അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കണ്ണിൽ നിന്ന് മറച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മസ്ജിദിലെ ചുമരിന് മുന്നിൽ സ്വർഗം കാണിക്കപ്പെട്ടു. അപ്പോൾ നബി മുന്നോട്ട് പോയി. നരകം കാണിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നോട്ട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം എനിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അതിലെ ഒരു പഴം, അത് പറിച്ചെടുക്കാൻ ഞാൻ എന്റെ കൈകൾ നീട്ടി. ഞാനെങ്ങാനും അത് പറിച്ചിരുന്നുവെങ്കിൽ ദുനിയാവ് അവസാനിക്കുവോളം നിങ്ങൾക്ക് അതിൽ നിന്ന് തിന്നാൻ സാധിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പക്ഷെ അള്ളാഹു അത് ഈ ദുനിയാവിൽ തന്നിട്ടില്ല. കാരണം അത് ഗൈബായി അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിരിക്കുന്നു. എങ്കിലാണ് മുഅ്മിൻ അവന്റെ ഈമാൻ വേർതിരിയുന്നത്, കാഫിറിന്റെ കുഫർ വേർതിരിയുന്നത്. ഇങ്ങനെ അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇതിൽ വിശ്വസിക്കുക നിർബന്ധമാണ്. ഇതിലാദ്യം പറഞ്ഞ ചോദ്യം നോക്കൂ, അത് എല്ലാവർക്കും ഉള്ളതാണ്. ചോദ്യങ്ങൾ, അതാണ് ഫിത്നത്തുൽ ഖബർ. ആ ചോദ്യത്തിനു ശേഷം ഒന്നുകിൽ ഒരുവന് ഖബറിൽ രക്ഷയാണ്, അല്ലെങ്കിൽ ശിക്ഷയാണ്. അതാണ് അദാബുൽ ഖബർ അല്ലെങ്കിൽ നഈമുൽ ഖബർ. ശ്രദ്ധിക്കുക, ഖബറിലെ ഫിത്നയുണ്ട്, ഖബറിലെ പരീക്ഷണമുണ്ട്. അതെല്ലാവർക്കും ഉള്ളതാണ്, പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്.
അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ ഷഹീദുകൾക്ക് ആ ഫിത്ന പരീക്ഷണം ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അത് ഉണ്ടാവുകയില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, കഫാ ബിബാരിഖത്തി സൈഫി അലാ റഅസിഹി ഫിത്ന, അവന്റെ തലക്കു മുകളിൽ മിന്നിമറഞ്ഞ വാൾത്തലപ്പ് തന്നെ മതി അവന് പരീക്ഷണമായിട്ട്. കാരണം ആ വലിയ പരീക്ഷണം കഴിഞ്ഞിട്ടാണ് ആള് ഷഹീദായത്. അതുപോലെ അള്ളാഹുവിന്റെ അംബിയ അവർ ആ ഫിത്നയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതുപോലെ ചില ഹദീസുകളിൽ വെള്ളിയാഴ്ച മരണപ്പെടുന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി മരണപ്പെടുന്നവർക്ക് ഈ ഫിത്ന അള്ളാഹു അതിൽ ഇളവ് നൽകുമെന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ മരണപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ നോക്കൂ, അതല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളതാണ് ഫിത്ന, പരീക്ഷണം എന്ന് പറയുന്നത്, ഖബറിലെ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ മുഅ്മിനുകൾ വിജയിക്കും. അവരുടെ ഖബർ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തോപ്പുകളിൽ ഒരു തോപ്പായിരിക്കും. അല്ലാത്തവരുടെ ഖബർ ഹുഫറത്തുൻ മിൻ ഹുഫറിൻ നാർ, നരകക്കുണ്ടാരങ്ങളിൽ ഒരു കുഴിയായിരിക്കും, ഒരു നരകക്കുഴിയായിരിക്കും ഖബർ. അപ്പൊ നോക്കൂ, നമ്മുടെ മുന്നിൽ കാണുന്ന ഖബർസ്ഥാനിലെ ഖബറുകൾ ഓരോന്നും ഒന്നുകിൽ അത് ഒരു സ്വർഗ്ഗത്തോപ്പാണ്, അല്ലെങ്കിൽ അത് നരകത്തിൽ ഒരു കുഴിയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഖബർ സന്ദർശിക്കുക എന്നത് നമ്മുടെ ഹൃദയത്തിന് നൈർമല്യം നൽകുന്ന, നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന, ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയും മറ്റും കുറയാൻ, മനസ്സ് നന്നാകാൻ കാരണമാകുന്ന കാര്യമാണ്. ഖബർ സന്ദർശനം സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഖബറുകൾ സന്ദർശിക്കുന്നത് ഞാൻ നിങ്ങളോട് വിലക്കിയിരുന്നു. അലാ ഫസൂറുഹാ, ഖബറുകൾ സന്ദർശിക്കുക, അത് നിങ്ങൾക്ക് പരലോക ചിന്ത ഉണ്ടാക്കും. അത് പ്രത്യേക ദിവസമൊന്നുമില്ല. വെള്ളിയാഴ്ച ഖബർ സിയാറത്ത്, പെരുന്നാളിന് ഖബർ സിയാറത്ത് ഇല്ല. അങ്ങനെ പ്രത്യേക ദിവസം നിശ്ചയിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കാത്ത പ്രത്യേകതകൾ ഇബാദത്തുകൾക്ക് നൽകരുത്. അതല്ലാതെ ഏത് സമയത്തായിക്കോട്ടെ ഖബറുകൾ സന്ദർശിക്കാൻ ചെല്ലുക. കെട്ടിയുയർത്തിയ മഖബറകളല്ല, മറിച്ച് സാധാരണ ഖബറുകൾ, ഖബർസ്ഥാൻ, അത് സന്ദർശിക്കുക, പരലോക ചിന്ത ഉണ്ടാക്കും. എത്രത്തോളം സുബ്ഹാനല്ലാഹ്, കുഫാറുകളായ ആളുകളുടെ ഖബറുകൾ പോലും, ഖബറുകൾ ആരുടേതായാലും സന്ദർശിക്കുക എന്നത് നമുക്ക് ഈ ചിന്ത ഉണ്ടാക്കും. പക്ഷേ മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് വേണ്ടി, അങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടി പാപമോചനത്തിനോ റഹ്മത്തിനോ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ ഖബർ സന്ദർശിച്ചാൽ ഈ ഫലം, അഥവാ നമ്മുടെ ഹൃദയത്തിന് അതുകൊണ്ട് സൽഫലം ഉണ്ടാകും, നല്ല മാറ്റം ഹൃദയത്തിനുണ്ടാകും, ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും, ദുനിയാവിന്റെ ചിന്തകളും ഹൃദയത്തിന്റെ കാഠിന്യവുമെല്ലാം ഇല്ലാതാകാൻ കാരണമാകുമെന്ന് ഏത് ഖബറിനും ഉള്ള, ഏത് ഖബർ സന്ദർശനത്തിനുമുള്ള പ്രത്യേകതയാണ്. അപ്പൊ നോക്കൂ, ഈ ഖബർ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും വരാനുള്ളതാണ്. നോക്കൂ, അതിൽ അദാബുൽ ഖബറിനെ കുറിച്ചും അതുപോലെ ഖബറിലെ പരീക്ഷണത്തെക്കുറിച്ചും രണ്ടും ഈ വരികളിൽ, നമ്മൾ ഈ കേട്ട വരികളിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദാബുൽ ഖബ്ർ ഹഖ്ഖുൻ, ഖബറിലെ ശിക്ഷ സത്യമാണ്. ഖുർആനിൽ ഖബർ ശിക്ഷയെക്കുറിച്ച് പരാമർശമുണ്ട്. അല്ലാഹു ഫിർഔനെയും കൂട്ടരെയും കുറിച്ച് പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. അന്നാറു യുഅറദൂന അലൈഹാ, അവർ നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും, ഗുദുവ്വൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും. അതെവിടെയാണ്? ഖബറിൽ വെച്ചാണ്, ബർസഖിൽ വെച്ചാണ്. കാരണം അതുകൊണ്ടാണ് തൊട്ടുടനെ അള്ളാഹു എന്തു പറഞ്ഞത്? വയൗമ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിച്ചാൽ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫിർഔനെയും കൂട്ടരെയും ഏറ്റവും കടുത്ത ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിച്ചുകൊള്ളുക. അപ്പൊ നോക്കൂ, കുഫാറുകൾക്ക് ഖിയാമത്ത് നാൾ വരെ ഖബറുകളിലെ ശിക്ഷ ഉണ്ടാകും. അതുപോലെ ഖബർ ശിക്ഷ ചിലപ്പോൾ ചില കാലം വരെ ഉണ്ടാവുകയും പിന്നെ അത് ഇല്ലാതായി തീരുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും. രണ്ട് കാഹളമൂത്തുകൾക്കിടയിൽ ഖബറാളികൾക്ക് ഒരു മയക്കം അല്ലാഹു നൽകുമെന്ന് ചില ആയത്തുകളുടെ തഫ്സീറുകളിൽ മുൻഗാമികൾ പറഞ്ഞത് കാണാം. അതുകൊണ്ടാണ് ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവരെന്തു പറയുന്നത്? ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചില ആളുകൾ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ പറയും, നോക്കൂ, ഉറക്കത്തിൽ നിന്ന് എങ്ങനെയാണ് എഴുന്നേൽപ്പിച്ചത്, ആരാണ് എഴുന്നേൽപ്പിച്ചത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഖബർ ശിക്ഷ ഇല്ല, അത് ഖുർആനിലില്ല, ഹദീസിലില്ല എന്ന്, ഖുർആനിലില്ല, ഹദീസിൽ വന്നതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് ചിലർ പറയുന്നത് കാണാം.
അത് വഴിപിഴച്ച വിശ്വാസമാണ്. അത് ഖുർആനും അവന് മനസ്സിലായിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും മനസ്സിലായിട്ടില്ല. ഖുർആനിലും അതുപോലെ ധാരാളക്കണക്കിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും വന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നിസ്കാരവും ഓരോ ഫർദാ നിസ്കാരവും ഈ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടിയിട്ടല്ലാതെ സലാം വിട്ടാറുണ്ടായിരുന്നില്ല. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? നരക ശിക്ഷ, ഖബർ ശിക്ഷ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണം, അതുപോലെ മസീഹുദ് ദജ്ജാലിന്റെ പരീക്ഷണം. ഇത് ഈ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരങ്ങളിൽ നിന്ന് സലാം വീട്ടിയിരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്ന തിന്മകൾ എന്താണ്? പൊതുവെ തിന്മകൾ അത് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കുക. എന്നാൽ ചില തിന്മകൾ പ്രത്യേകമായി ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുമെന്ന് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് മൂത്രമൊഴിക്കുമ്പോൾ അതിലെ ശുദ്ധീകരണം ശ്രദ്ധിക്കാതിരിക്കുക എന്നത്. വസ്ത്രത്തിലോ ശരീരത്തിലോ തെറിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കുക. അതുപോലെ അതിനുശേഷം ശരിക്ക് വൃത്തിയാക്കാതിരിക്കുക. അത് ഖബർ ശിക്ഷക്ക് കാരണമാകുന്ന തിന്മയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇതുമായിട്ടാണ് പിന്നെ ആൾ നിസ്കരിക്കാൻ പോവുക, ഈ നജസുമായി. അതുപോലെ നമീമത്ത്, ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ, ഒരാളുടെ സംസാരം മറ്റേയാൾക്ക് എത്തിച്ചു കൊടുക്കുക, മറ്റേയാളുടെ സംസാരം ഇയാൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ നമീമത്തുമായി നടക്കുന്നവർക്ക് ഖബർ ശിക്ഷ ഉണ്ടാകും. ഹദീസുകളിൽ കാര്യം വന്നിട്ടുണ്ട്. അതുപോലെ നോക്കൂ, കളവുകൾ പ്രചരിപ്പിക്കുക, അത് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരക്കുന്ന ലോകം ചക്രവാളങ്ങളിൽ പരക്കുന്ന കളവ് പ്രചരിപ്പിച്ച ആളെ പരലോകത്ത് ഈ ഖബർ ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്നത്, അവരുടെ വായ ഒന്നാകെ കൊളുത്തുകൾ കൊണ്ട് കീറി മുറിക്കുന്ന ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ചില തിന്മകൾക്ക് ഖബർ ശിക്ഷ പ്രത്യേകമായി പറയപ്പെട്ടിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നന്മകൾ ചെയ്യുക. അതുപോലെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. സൂറത്തുൽ മുൽക്ക് ധാരാളമായി ഓതുക. തബാറക സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എല്ലാ രാത്രിയിലും ഓതിയിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് സൂറത്തുൽ മുൽക്കും സൂറത്തു സജ്ദയും പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് പ്രത്യേകം അത് ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ലഭിക്കാൻ കാരണമാകുന്ന സൂറത്താണ് എന്ന് വന്നിട്ടുണ്ട്. ഇതാണ് ഖബറിനെ കുറിച്ച്, ബർസഖിലെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം ചുരുക്കത്തിൽ. ഇതിനുശേഷം എന്താണ് ഈ വരികളിലുള്ളത്? ഒന്ന് ഹൗദാണ്. ഹൗദ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നാളെ പരലോകത്ത് നൽകുന്ന ശ്രേഷ്ഠമായ ഹൗദാണ് ഇവിടെ ഉദ്ദേശം. നോക്കൂ, എല്ലാ നബിമാർക്കും അള്ളാഹു പരലോകത്ത് ഹൗദ് നൽകുന്നതാണ്. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഏറ്റവും വലിയ ഹൗദ് ഉണ്ടാവുക. നബിയുടെ ഹൗദിലേക്ക് 2 മിസാബുകൾ അഥവാ വെള്ളം എത്തിച്ചേരുന്ന സ്വർഗത്തിൽ നിന്നുള്ള 2 വഴികൾ ഉണ്ടായിരിക്കും. സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠമായ നദിയാണ് അൽ കൗസർ. അൽ കൗസർ എന്ന നദി അത് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന നദിയാണ്. ഇന്ന അതൈനാക്കൽ കൗസർ എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചതായി ഹദീസുകളിൽ കാണാം. ആ നദിയിൽ നിന്ന് ആണ് ഈ ഹൗദിലേക്ക് വെള്ളം എത്തിച്ചേരുക. പരലോകത്ത് മഹ്ശറിലാണ് ഈ ഹൗദ് ഉണ്ടാവുക. ഹൗദ് അത് അതിവിശാലമാണ്. തൂലുഹ ഷഹറുൻ വഅർദുഹ ഷഹറുൻ. അതിന്റെ നീളം 1 മാസം വഴി ദൂരമുണ്ട്, അതിന്റെ വീതിയും 1 മാസം വഴി ദൂരമുണ്ട്, അതിന്റെ കോണുകളെല്ലാം സമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം. അതിന്റെ നിറം അത് മഞ്ഞിനേക്കാൾ വെളുത്തതാണ്. അതിന്റെ രുചി അത് തേനും പാലും ഒരുമിച്ച് ചേർത്താൽ എത്ര മധുരമുണ്ടോ ചില ഹദീസുകളിൽ കാണാം. തേനും പാലും കലർത്തിയാൽ അതിനേക്കാൾ മധുരമുള്ളതാണ്. അതിലൊന്ന് കോരിയെടുക്കാനുള്ള കോപ്പകൾ നക്ഷത്രങ്ങൾ പോലെയാണ്. നക്ഷത്രങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ എണ്ണത്തിലും അതിന്റെ ഭംഗിയിലും, ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയാണ് ആ ഹൗദ്. ഹൗദ് എന്നാൽ എന്താണ്? ഒരു ജലാശയമാണ്. വെള്ളം സംഭരിച്ചിട്ടുള്ള സ്ഥലത്തിനാണ് എന്ത് പറയുക? ഹൗദ്.
അതിൽ നിന്നൊരാൾക്ക് ഒരു കുടിക്കൽ, ഒരു കോരൽ കുടിക്കാൻ ലഭിച്ചാൽ അതിൽ നിന്ന് ആരാണോ കുടിച്ചത് ലാ യദ്മഉ ബഅദഹു അബദ, പിന്നീട് ഒരിക്കലും അവന് ദാഹമുണ്ടാവുകയില്ല. അഹ്മദിന്റെ മുസ്നദിൽ വന്ന മറ്റൊരു ഹദീസിൽ കാണാം, പിന്നീട് ഒരിക്കലും അവന്റെ മുഖം കറുത്തു പോവുകയില്ല. നാളെ പരലോകത്ത് മുഖം വെളുക്കുക മുഅ്മിനുകളുടേതാണ്. പരലോകത്ത് മുഖം കറുത്തു പോവുക കുഫാറുകളുടേതും അതുപോലെ ദീനിൽ നിന്ന് അതിന്റെ ശരിയായ പാതയിൽ നിന്ന് തെറ്റിപ്പോയവരുടേതുമാണ്. അങ്ങനെ ഒരിക്കലും ഈ ഹൗദിൽ നിന്ന് കുടിക്കാൻ സാധിച്ചവർക്ക് സംഭവിക്കുകയില്ല. ഈ ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിന്റെ അരികിൽ ചെല്ലുമ്പോൾ നബി അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഫറതുകും അലൽ ഹൗദ്, ഞാൻ നിങ്ങൾക്ക് മുൻപേ ഹൗദിന്റെ അരികിലെത്തും. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ ഈ ഹൗദിനെ കുറിച്ച് സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം സന്ദർഭങ്ങൾ. വഫാത്തിനോട് അടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹൗദിനെ കുറിച്ച്. കാരണം ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുന്ന ഇടമാണ്. അതിൽ നിന്ന് കുടിക്കാൻ മുഅ്മിനീങ്ങൾക്ക് സാധിക്കും. എന്നാൽ അതിൽ നിന്ന് ചിലർ ദൂരേക്ക് ആട്ടി അകറ്റപ്പെടും. ആരാണവർ? ഒരു കൂട്ടർ മുസ്ലിമീങ്ങളായി പിന്നീട് റിദ്ദത്തിലേക്ക് പോയ മുർത്തദ്ദുകളായി പോയ ആളുകളാണ്. ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അവർ ദീനിൽ നിന്ന് പിന്നിലേക്ക്, ദീനിൽ നിന്ന് പുറത്തേക്ക് അവർ പോയിരിക്കുന്നു. അതുപോലെ ദീനിൽ മാറ്റം വരുത്തിയവർ, ബിദ്അത്തുകൾ ദീനിൽ ഉണ്ടാക്കിയവർ ആ ഹൗദിൽ നിന്ന് അകറ്റപ്പെടും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ശ്രദ്ധിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്ന, നബിചര്യയാകുന്ന ആ ഹൗദ് ദുനിയാവിലുണ്ട്. അതിൽ നിന്ന് നബിയുടെ സുന്നത്താകുന്ന ഹൗദിൽ നീ എത്ര കോരി കുടിച്ചിട്ടുണ്ടോ അത്രയായിരിക്കും പരലോകത്ത് ആ ഹൗദിൽ നിന്ന് നിനക്ക് കുടിക്കാൻ ലഭിക്കും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ നിന്ന് നീ അകന്നുപോയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ നിന്ന് അകന്നുപോയാൽ, നബിയുടെ ഹൗദിൽ നിന്ന് പരലോകത്ത് നീ ആട്ടിയകറ്റപ്പെടും. നസ്അലുല്ലാഹൽ ആഫിയ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആ ഹൗദിലേക്ക് നമ്മെ എത്തിച്ചേർക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അപ്പോൾ നോക്കൂ, ഈ ഹൗദിൽ വിശ്വസിക്കുക നിർബന്ധമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എനിക്ക് പ്രായമേറിയ സ്ത്രീകളെ അറിയാം, ഓരോ സുജൂദിലും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് നീ എന്നെ കുടിപ്പിക്കണമേ. നോക്കൂ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഹാബി പറയുക, പ്രായമേറിയ സ്ത്രീകൾ അറിയാം, അവർ ഓരോ സുജൂദിലും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ മുൻഗാമികൾ ദുആ ചെയ്തിരുന്ന കാര്യമാണ് എന്ത്? അല്ലാഹുവേ, നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് നീ ഞങ്ങൾക്ക് കുടിക്കാൻ നൽകണമേ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളത് ആഗ്രഹിക്കാനാണ് വീണ്ടും വീണ്ടും അതേക്കുറിച്ച് ഉണർത്തിയത്. നബിയുടെ വഫാത്തിന്റെ വേളയിൽ കൂടി പിന്നെയും പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് നോക്കൂ, ഈ വരികളിൽ പറഞ്ഞ പരലോക രംഗങ്ങളിൽ അടുത്തത് അൽ മീസാൻ, മീസാനാണ്. എന്താണ് മീസാൻ? മീസാൻ എന്നത് പരലോകത്തെ തുലാസാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം തവണ വന്നിട്ടുള്ള കാര്യമാണ്. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ശൈഅ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. നാം നീതിയുടെ തുലാസ് പരലോകത്ത് സ്ഥാപിക്കുന്നതാണ്. ഫലാ തുദ്ലമു നഫ്സുൻ ശൈഅ. അതുകൊണ്ട് ഒരു നഫ്സും, ഒരാളും ഒരു തരിമ്പ് അനീതിക്ക് വിധേയനാവുകയില്ല. ഒരു മിസ്കാൽ ദർറ, ഒരു ഉറുമ്പിന്റെ തൂക്കമുള്ള അത്രയുമാണ് ഉള്ളത് എങ്കിൽ പോലും നാം അത് കൊണ്ടുവരുന്നതാണ്. വകഫാ ബിനാ ഹാസിബീൻ. വിചാരണ ചെയ്യാൻ നാം തന്നെ മതി. അതുപോലെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫമൻ ثقلت موازينه فهو في عيشة راضية ومن خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. പരലോകത്ത് ഒരു വൻ തുലാസ് ഉണ്ട്, അതിന് രണ്ട് തട്ടുകളുണ്ട്. എന്താണ് ആ തുലാസിന്റെ വലിപ്പം? എന്താണ് അതിന്റെ വലിപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശങ്ങളെയും ഭൂമിയെയും അതിൽ തൂക്കാൻ ഉദ്ദേശിച്ചാൽ അതുപോലും തൂക്കാൻ സാധിക്കും. ആകാശങ്ങളെയും ഭൂമിയെയും ആ തുലാസിൽ വേണമെങ്കിൽ തൂക്കാം. അത്രയും വലിപ്പമുള്ളതാണ്. മലായിക്കത്തിന് അള്ളാഹുവിനോട് ചോദിക്കും, റബ്ബിനോട് ചോദിച്ചു, റബ്ബേ ലിമ യസിനു ഹാദാ, റബ്ബേ ആരാണ് ഇതിൽ തൂങ്ങുക?
റബ്ബ് അവരോട് പറഞ്ഞു ലിമൻ ശിഅ്തു മിൻ ഖൽഖി ലിമൻ ശിഅ്തു മിൻ ഇബാദി ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉദ്ദേശിച്ച എൻ്റെ പടപ്പുകൾ. അപ്പോൾ മലായികത്ത് പറയും, റബ്ബേ, നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ, നീ അർഹതപ്പെട്ടതുപോലെ ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്ന് മലക്കുകൾ പറയുമെന്നാണ്. ഇത്രയും വലിയ തുലാസാണ്. എന്നാൽ എത്ര ചെറുതും അതിൽ തൂങ്ങുന്നതാണ്. ഒരു ഉറുമ്പിന്റെ തൂക്കമുള്ളത്, അതിനേക്കാൾ കുറഞ്ഞതുമായ നന്മ തിന്മകളാകട്ടെ ആ തുലാസിൽ തൂങ്ങും. അത്രയും കൃത്യമാണ്, അത്രയും അതിൽ കൃത്യമാണ്. എന്താണ് അതിൽ തൂക്കി നോക്കുക? അതിൽ അമലുകൾ തൂക്കും, പ്രവർത്തനങ്ങൾ തൂക്കും, നന്മയും തിന്മയും അതിൽ തൂക്കുന്നതാണ്. ചില ആളുകൾ പറയും പരലോകത്തെ ആലങ്കാരികമായ തുലാസ് എന്ന്. ആലങ്കാരികമായ തുലാസ് എന്താണ് ആലങ്കാരികം എന്ന് പറഞ്ഞാൽ? എങ്ങനെ ഇപ്പൊ അമൽ തൂക്കുക? ഒരാളുടെ ഈമാൻ, ഒരാളുടെ അള്ളാഹുവിനോടുള്ള ഭയം, ഒരാളുടെ നിസ്കാരം, നോമ്പ്, ഇതൊക്കെ അങ്ങനെ പരലോകത്ത് തുലാസിൽ തൂക്കുക എന്ന് ഈ ആളുകൾ അവരുടെ ഈ ന്യൂനമായ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നത് അവർ മറന്നുപോകും. പരലോകത്ത് അവിടെ അമലുകൾ തൂക്കും. അത് ആലങ്കാരികമല്ല, അത് യഥാർത്ഥത്തിലുള്ളതാണ്, ഹഖീഖത്തിലുള്ളതാണ്. ഖുർആനും സുന്നത്തും ആലങ്കാരികം പറയാൻ അല്ല അള്ളാഹു അവതരിപ്പിച്ചത്. മജാസിയായ പ്രയോഗങ്ങൾ, ഇങ്ങനെ ആലങ്കാരിക പ്രയോഗങ്ങൾ അത് പറയാനല്ല, സങ്കല്പങ്ങൾ പറയാനല്ല അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിനല്ല. ഇത് ഹഖാണ്, ഹഖീഖത്താണ്. ഹഖീഖത്താണ്, യഥാർത്ഥത്തിൽ അമലുകൾ തൂക്കുന്ന തുലാസാണത്. അങ്ങനെ വിശ്വസിക്കണം, അല്ലാതെ സങ്കല്പമല്ല ഇതൊന്നും, ആലങ്കാരിക പ്രയോഗങ്ങളല്ല. ചില ആളുകൾ വിവരമില്ലാതെ പറയാൻ ആലങ്കാരികമായ തുലാസ്. ചില മിമ്പറുകൾ കയറി ചില ഖതീബുമാർ വരെ പറയുന്നത് കേൾക്കാം, ആലങ്കാരികമായ തുലാസുകൾ. എന്ത് ആലങ്കാരികം? ഈ ആലങ്കാരികം പറയാനാണോ അള്ളാഹു ഖുർആനും സുന്നത്തും അവതരിപ്പിച്ചത്? അല്ല, യഥാർത്ഥത്തിലുള്ള തുലാസാണ്. ആകാശഭൂമികൾ അതിൽ തൂക്കാൻ വേണമെങ്കിൽ സാധിക്കും, എന്നാൽ അത് അത്രയും കൃത്യമാണ്. അവിടെ അമലുകൾ തൂക്കും. എന്നിട്ട് സൽക്കർമ്മങ്ങളുടെ തട്ട് താഴുകയും അത് വർദ്ധിക്കുകയും തെറ്റുകളുടെ തട്ട് അത് കുറയുകയും ചെയ്താൽ അവൻ സ്വർഗത്തിലാണ്. ഫമൻ ثقلت موازينه فهو في عيشة راضية. ആരുടെ തുലാസാണോ ഭാരമേറിയത്, അഥവാ നന്മയുടെ തട്ടാണോ ഭാരമേറിയത്, അവൻ തൃപ്തികരമായ ജീവിതത്തിനാണ്. ومن خفت موازينه, ആരുടെ തുലാസാണോ ഭാരം കുറഞ്ഞത്, അഥവാ നന്മകളുടെ തട്ട് ഭാരം കുറഞ്ഞത്, فأمه هاوية, അവന്റെ സങ്കേതം ഹാവിയ എന്ന നരകമാകുന്നു. ഹാവിയ എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് താഴേക്ക് പതിക്കുക എന്നതാണ്. അതിന്റെ ആഴങ്ങളിൽ അവൻ പതിക്കും. എന്താണ് ഹാവിയ? എന്താണ് ഹാവിയ എന്ന് നിനക്കറിയുമോ? നാറുൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന നരകമാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, ഇങ്ങനെ അമലുകൾ തൂക്കും. അതുപോലെ അമലുകൾ മാത്രമല്ല, പിന്നെയോ ആളുകളെയും അതിൽ തൂക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറാഖിന്റെ കൊള്ളി പറിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി ഒരിക്കൽ മരത്തിൽ കയറി. അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കാലുകൾ കണ്ടിട്ട് താഴെയുള്ളവർ ചിരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അത് നാളെ പരലോകത്ത് ബിൻ മസ്ഊദിന്റെ ഈ കാലുകൾ നാളെ പരലോകത്ത് ഉഹുദ് മലയേക്കാൾ ഭാരമുള്ളതായിരിക്കും മീസാനിൽ. നോക്കൂ, ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം, അമലുകൾ മാത്രമല്ല ആളെയും തൂക്കും. അവിടെ മുഅ്മിനുകൾക്കാണ് ഭാരമുണ്ടാവുക, ഈമാൻ ഇല്ലാത്തവർക്ക് അവിടെ ഭാരമുണ്ടാവുക. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു എന്തു പറഞ്ഞത്? ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവർക്ക് നാളെ പരലോകത്ത് ഒരു തൂക്കവും നാം ഏർപ്പെടുത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, വളരെ വലിയ ശരീരമുള്ള തടിമാടനായിരുന്ന ഒരാളെ പരലോകത്ത് കൊണ്ടുവരും. എന്നാൽ ഒരു കൊതുകിന്റെ അല്ലെങ്കിൽ ഈച്ചയുടെ ചിറകിന്റെ അത്ര പോലും അവന് പരലോകത്ത് ഭാരമുണ്ടാവുകയില്ല. ആളെ തൂക്കും, അതുപോലെ അമലുകൾ തൂക്കും. എന്താണ് ഈ തുലാസിന്റെ ഫലം? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നന്മയുടെ തട്ട് ഭാരമേറിയാൽ അവർ സ്വർഗത്തിനാണ്. തിന്മയുടെ തട്ട് ഭാരമേറിയാൽ നഊദു ബില്ലാഹ്
അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ അവർ നരകത്തിനാണ്. ഇനി രണ്ടും ഒരുപോലെ ആയാൽ അവർ അറാഫിലായിരിക്കുമെന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ധാരാളം പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. അവർ അറാഫിലായിരിക്കും എന്ന്. അറാഫ് എന്നാൽ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു ഉയർന്ന പ്രദേശമാണ്. അവരവിടെ പിടിച്ചു നിർത്തപ്പെടും. എന്നാൽ പിന്നീട് അർഹമുർ റഹീമീനായ റബ്ബ് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അവരൊടുവിൽ എവിടെയാണ് എത്തുക? സ്വർഗത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുട്ടികളെ നന്മയിൽ ഒന്നുപോലും നിസാരമായി കാണരുത്. ഒരു ചെറിയ ഖൈർ പോലും നിസാരമായി കാണുക. കാരണം ഏതാണ് നമ്മുടെ തുലാസിൽ നമ്മെ രക്ഷപ്പെടുത്തുക, നമുക്ക് ഭാരം ഏറുക എന്ന് നമുക്കറിയില്ല. തിന്മയിൽ ഒന്നിനെ പോലും നിസാരമാക്കുക. കാരണം ഏത് തെറ്റാണ് നമ്മുടെ തിന്മയുടെ തുലാസിന്റെ തട്ടിന്റെ ഭാരം തൂങ്ങി നമ്മളെ നശിപ്പിക്കുക എന്ന് നമുക്കറിയില്ല. നോക്കൂ, ചിലപ്പോൾ ചെറിയ പ്രവർത്തനം എന്ന് നമ്മൾ വിചാരിക്കുന്നത് പലതും തുലാസിൽ വലിയ ഭാരമുള്ളതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം പോലെ തുലാസിൽ ഭാരമേറുന്ന മറ്റൊന്നുമില്ല. തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ് ഏറ്റവും ഭാരമുള്ളത്. അതിനോളം ഭാരം വേറെ ഒന്നിനുമില്ല. അതുപോലെ അത് കഴിഞ്ഞാൽ ഭാരമേറുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് തംലഉൽ മീസാൻ, മീസാൻ നിറക്കുന്ന വാക്കാണ്. എന്ത് പറയുക? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മൾ വിചാരിക്കും എത്ര എളുപ്പമുള്ള കാര്യമാണ്, എത്ര വേഗത്തിൽ പറയാം. ഇല്ല, അള്ളാഹു തൗഫീഖ് നൽകിയാലല്ലാതെ പറയുക സാധ്യമല്ല. അല്ലെങ്കിൽ നമുക്കറിയാം ദിക്റുകളുടെ ശ്രേഷ്ഠത എത്രയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശ്രേഷ്ഠത എത്രയാണെന്ന് പഠിച്ചവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന പലരും. പാപങ്ങൾ അത് മുഖേന കൊഴിഞ്ഞു പോകും. അത് ജുന്നത്താണ്, നരകത്തിൽ നിന്നുള്ള പരിചയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുദു ജുന്നതകും, നിങ്ങൾ നിങ്ങളുടെ പരിചയം എടുത്തുകൊള്ളുക. അമിൻ അദുവിൻ ഖദ് ഹദർ, സഹാബത്ത് ചോദിച്ചു, നബിയെ ശത്രുക്കൾ വല്ലവരും വന്നോ? അതുകൊണ്ടാണ് ജുന്നത്ത് എടുക്കേണ്ടത്, പരിചയം എടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ബൽ ജുന്നതുകും മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള നിങ്ങളുടെ പരിചയം എടുക്കുക. ഖൂലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നിങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പക്ഷെ എത്ര തവണ? ഇന്ന് നേരം വെളുത്തിട്ട് എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും? ഇതാ വെള്ളിയാഴ്ച കഴിഞ്ഞുപോയി, സലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിനമാണ്. പക്ഷെ എത്ര തവണ നമ്മൾ പറഞ്ഞു? ഒരുപാട് സമയം നമ്മിൽ പലരുടേതും പല ശ്രദ്ധയിലും നമ്മളായിപ്പോയി. അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ് എന്ത്? അദ്കാറുകൾ അത് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുക, അത് ചൊല്ലാൻ തൗഫീഖ് ലഭിക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ പോലെ അള്ളാഹുവിനെ ദിക്ർ ചെയ്ത മറ്റാരുമില്ല. സഹാബത്ത് റളിയല്ലാഹു അൻഹും അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്തവരായിരുന്നു. മഹാന്മാരായ ആളുകൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്തവരായിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ആളുകൾ പറയുന്നത് കാണാം, ഷെയ്ഖ് റഹിമഹുല്ലാഹ് ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്തിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനിരിക്കുമ്പോൾ, ചോദ്യങ്ങൾ അപ്പുറത്തുനിന്ന് വായിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് കാണാം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ഷിമാഗ്, തട്ടം, അത് കടിച്ചു പിടിക്കുമായിരുന്നു അത്ര. എന്തുകൊണ്ട്? കാരണം അത്രയും അദ്കാര ശീലമാണ്. അതിൽ അകത്ത് കയറിയാലും ദിക്ർ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് കയറിയാലും പറഞ്ഞു പോകും. അത്രയും അദ്ദേഹത്തിന് അത് ശീലമായിരുന്നു. ഉരുവിട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഖൽബും നാവും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാലാണ് ഏറ്റവും പ്രതിഫലം. അത് കഴിഞ്ഞാൽ ഖൽബ് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്, നാവ് കൊണ്ട് പറയാതെ ഖൽബ് കൊണ്ട് സ്മരിക്കുന്നതിനാണ് അത് കഴിഞ്ഞാൽ ശ്രേഷ്ഠത. അതും കഴിഞ്ഞാൽ നാവ് കൊണ്ട് പറയുക. ഹൃദയത്തിന്റെ ചിന്ത വേറെ എവിടെയെങ്കിലുമാണ്, പക്ഷെ നാവ് കൊണ്ട് പറയുക, അതിനും ശ്രേഷ്ഠതയുണ്ട്. അതിനും ശ്രേഷ്ഠത, ഏറ്റവും ശ്രേഷ്ഠം എന്താണ്? നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും പറയുക, അഥവാ മനസാന്നിധ്യത്തോടെ ശ്രദ്ധയോടെ നാവ് കൊണ്ട് പറയുക ആണ് ഏറ്റവും ശ്രേഷ്ഠം.
എന്നാൽ ഒന്നിനെയും നിസാരമായി കാണരുത്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് അതിനതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞത് അതെല്ലാവർക്കും ആ തൗഫീഖ് ലഭിക്കുകയില്ല. അത് പ്രത്യേകമായ ഒരു തൗഫീഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കിടയിൽ ജുംദാൻ പർവ്വതത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ എന്ത് പറഞ്ഞു? സീറു ഹാദാ ജുംദാൻ സബഖൽ മുഫർരിദൂൻ. ഖാലൂ മനിൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്? ഖാല അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. യാത്ര തുടരട്ടെ, ഇതാ ജുംദാൻ പർവ്വതം സബഖൽ മുഫർരിദൂൻ, മുഫർരിദുകൾ മുന്നിലെത്തിയിരിക്കുന്നു. മുഫർരിദുകൾ എന്നാൽ ഒറ്റക്കായവരാണ്. ആരാണ് നബിയെ മുഫർരിദുകൾ? അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. അഥവാ അവർ മറ്റുള്ളവരെക്കാളെല്ലാം മുന്നിലെത്തി. അവർ അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടുകൊണ്ട്. ജുംദാൻ പർവ്വതം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടത് പറഞ്ഞു? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, കാരണം ജുംദാൻ ഒറ്റക്ക് നിൽക്കുന്ന ഒരു പർവ്വതമായിരുന്നു, മറ്റുള്ള മലകളുടെ കൂടെ അല്ലാതെ ഒറ്റക്ക്. അതുപോലെയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവർ, അവർ പ്രത്യേകമായി അള്ളാഹുവിൽ ശ്രേഷ്ഠത നേടും. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, മക്കയിലേക്കുള്ള വഴിയിൽ ജുംദാൻ എത്തിയാൽ മക്കയിലെത്തി എന്നാണ് ആളുകൾ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് ആ പർവ്വതം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു, കാരണം ദിക്ർ ചെയ്യുന്നവർ മറ്റുള്ളവരെക്കാളെല്ലാം മുന്നിലെത്തി. ജുംദാനിൽ ആദ്യം എത്തിയവർ മക്കയിൽ വേഗമെത്തി എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോഴാണ് ഇത് പറഞ്ഞത്, സീറു ഹാദാ ജുംദാൻ സബഖൽ മുഫർരിദൂൻ എന്ന് പറഞ്ഞു വന്നത്. ഈ മിസാനിൽ നമുക്ക് ഭാരമേറുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക. മരണം വരെ അതിന് സമയമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സാധിക്കുകയില്ല. മരിക്കുന്നത് വരെ ഒരു ചെറിയ നന്മ പോലും ആ മീസാനിൽ നമുക്ക് മുതൽക്കൂട്ടായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനുശേഷം നോക്കൂ, ഇവിടെ ഷെയ്ഖ് പറയുന്നത്, وقل يخرج الله العظيم بفضله من النار أجسادا من الفحم تطرح على النهر في الفردوس تحيا بمائه كحب حميل السيل إذ جاء يطفح. بفضله من النار أجسادا من الفحم تطرح. قلني പറയുക, അഥവാ നീ നിന്റെ ഹൃദയം കൊണ്ട് പറയുക, നാവ് കൊണ്ട് പറയുന്നത് പോലെ. ഹൃദയത്തിന്റെ ഖൗൽ അത് വിശ്വാസമാണ്. യുഖ്രിജുല്ലാഹുൽ അളീമു, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും മഹത്വമുള്ളവനായ റബ്ബ്, അവൻ പുറത്തേക്ക് കൊണ്ടുവരും. ബിഫദ്ലിഹി, അവന്റെ ഔദാര്യത്താൽ അവൻ രക്ഷപ്പെടുത്തും. മിനൻ നാരി, നരകത്തിൽ നിന്ന്. അജ്സാദൻ, ചിലരെ, ചില ശരീരങ്ങളെ. മിനൽ ഫഹ്മി, അവരെന്തായിട്ടുണ്ട്? ഫഹ്മായിട്ടുണ്ട്, അഥവാ കരിക്കട്ടയായിട്ടുണ്ട്. തുത്രഹു, അവർ നരകത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. അവരെവിടെയാണ് അവരെ പ്രവേശിപ്പിക്കുക? ആലൻ നഹ്രി ഫിൽ ഫിർദൗസ്, സ്വർഗത്തിൽ നിന്നുള്ള ഒരു നദിയിൽ. തഹ്യാ ബിമാഇഹി, അതിലെ വെള്ളം കൊണ്ട് അവർക്ക് ജീവൻ ലഭിക്കുന്നതാണ്. കഹബ്ബി ഹമീലി സൈലി ഇദ് ജാഅ യത്ഫഹു, കഹബ്ബി, ധാന്യങ്ങൾ പോലെ. ഹമീലി സൈൽ, മലവെള്ളപ്പാച്ചിലെ വെള്ളത്തിൽ ഒലിച്ചു വരുന്ന ധാന്യങ്ങളുണ്ട്. ഇത് ജാ, അത് വന്നാൽ യത്ഫഹു, അത് മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. എന്നിട്ട് അതിൽ നിന്ന് ചെടി മുളച്ചു പൊങ്ങുന്നത് പോലെ ഇവർ കരിക്കട്ടയായതിനു ശേഷം പിന്നീട് അവരുടെ ശരീരം മുളച്ചു പൊങ്ങുന്നതാണ്. ഇതെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇമാം മുസ്ലിം മറ്റും റിവായത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ. എന്താണ്? അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചിലരെ നരകത്തിൽ അകപ്പെട്ടതിനു ശേഷം മോചിപ്പിക്കും എന്നത്. കാരണം നരകത്തിൽ ആളുകൾ പ്രവേശിക്കുക രണ്ട് രൂപത്തിലാണ്. ഒന്ന് ദുഖൂൽ മുഅബ്ബദ്, കലാകാലത്തേക്കുള്ള നരകപ്രവേശം. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. രണ്ടാമത്തേത് ദുഖൂൽ മുഅഖ്ഖത്ത്, അത് ഒരു നിശ്ചിത കാലത്തേക്കുള്ള നരകപ്രവേശനമാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. നരകത്തിലേക്ക് ഉള്ള ഏത് കാര്യമാകട്ടെ, നരകപ്രവേശനം എന്ന് പറയുന്ന കാര്യത്തിൽ അത് ഏതാകട്ടെ, ഏത് രൂപത്തിലാകട്ടെ, ഒരു മുഅ്മിൻ ഒരിക്കലും അതിന് നിസാരമായി കാണരുത്. കാരണം അത് തീയാണ്. ഈ ദുനിയാവിലെ തീയിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു 10 മിനിറ്റ് ഞാനതിൽ കഴിഞ്ഞ് തിരിച്ചു വരാം എന്നൊരാൾക്ക് പറയാൻ സാധിക്കില്ല. ഒരു സെക്കൻഡ് നേരം പോലും, ഒരു അല്പസമയം പോലും അതിൽ തന്നെ കരിച്ചോട്ടെ എന്നൊരാൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ദുനിയാവിന്റെ തീയുടെ കാര്യമാണ് എങ്കിൽ പരലോകത്തെ തീയാകട്ടെ, നരകത്തീയാകട്ടെ, ഇതിന്റെ 70 ഇരട്ടി ചൂടാണ്. ഓരോ ഇരട്ടിയിലും തത്തുല്യമായതാണ് ഇരട്ടിയാക്കപ്പെട്ടിട്ടുള്ളത്.
നഊദു ബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അദീമായ, ഏറ്റവും മഹത്വമുള്ളവനായ, ഏറ്റവും വലിപ്പമുള്ളവനായ റബ്ബാണ് അതിനെ അലീം, വേദനയേറിയത്, അദീം, ഏറ്റവും അപകടമുള്ളത്, ഗൗരവമേറിയത് എന്ന് വിശേഷിപ്പിച്ചത് ഏറ്റവും മഹത്വമുള്ളവനായ, ഏറ്റവും വലിയവനായ റബ്ബാണ്. റബ്ബ് ഒന്നിനെ ഗൗരവമുള്ളതാണ് എന്ന് വിശേഷിപ്പിച്ചാൽ അതിന്റെ ഗൗരവം നിസാരമാവുകയില്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ നോക്കൂ, അതിൽ മുശ്രിക്കുകളും കാഫിറുകളും അതിൽ പ്രവേശിച്ചാൽ ഒരിക്കലും അവർക്ക് അവിടെ നിന്ന് മോചനമില്ല. എന്നാൽ നരകത്തിൽ ഈമാനുള്ള മുസ്ലിമീങ്ങളായ എന്നാൽ പാപികളായ പലരും പ്രവേശിപ്പിക്കപ്പെടും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, ശിർക്കോ കുഫറോ പ്രവർത്തിച്ചിട്ടില്ല, മുസ്ലിമാണ്, എന്നിട്ട് തിന്മകൾ ചെയ്തു. പരലോകത്ത് അവരുടെ സ്ഥിതി എന്താണ്? തഹ്ത മശീഅത്തില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മശീഅത്തിന്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഒന്നുകിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് നേരെ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പക്ഷേ മനസ്സിലാക്കുക, മുഅ്മിനീങ്ങളിലെ പാപികളെ എല്ലാവരെയും അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. മറിച്ച് ഒരു കൂട്ടരെ നിശ്ചിത കാലത്തേക്ക് ശിക്ഷിക്കുമെന്നത് ഉറപ്പാണ്. കാരണം എങ്കിലേ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും വന്നിട്ടുള്ള ആ പാതകികൾക്ക്, മുഅ്മിനുകളായ പാപികൾക്കുള്ള ശിക്ഷയുടെ ഹദീസുകൾ ശരിയാവുകയുള്ളൂ. എല്ലാവരെയും ഒറ്റയടിക്ക് പുറത്തു കൊടുത്ത് അള്ളാഹു സ്വർഗത്തിലാക്കുക ഇല്ല. മറിച്ച് മുഅ്മിനുകളിൽ, മുസ്ലിമീങ്ങളിൽ അവരുടെ തിന്മയുടെ ഫലമായി നരകത്തിൽ നിശ്ചിത കാലം പ്രവേശിക്കുന്നവരുണ്ടാകുമെന്നത് തീർച്ചയാണ്. ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർക്ക് അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കാതെ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് അവർ നരകത്തിലേക്ക് വീഴുക? അവർ നരകത്തിലേക്ക് വീഴുക സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിന്നാണ്. അത് കടന്നു പോകുമ്പോഴാണ് അവർ നരകത്തിലേക്ക് പതിക്കുക. നഊദു ബില്ലാഹ്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു തആല അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. സഹീഹ് മുസ്ലിമിലെ ഹദീസുകളിൽ നമുക്ക് കാണാം, അവർ നരകത്തിൽ മരിക്കുന്നതാണ്. കുഫാറുകളാകട്ടെ നരകത്തിൽ മരിക്കുകയില്ല. എന്നാൽ മുഅ്മിനീങ്ങൾ അവരുടെ ശിക്ഷ അവരനുഭവിച്ചാൽ നരകത്തിൽ അവർ മരിക്കുന്നതാണ്, ഫഹ്മായി തീരുന്നതാണ്, കരിക്കട്ടയാകും. റബ്ബ് സുബ്ഹാനഹു തആല അവരെ മോചിപ്പിച്ച് അവരെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും മാഉൽ ഹയാത്ത് എന്നു പേരുള്ള ഒരു ജലാശയത്തിൽ, ഒരു നദിയിൽ അവരെ മുക്കിയെടുക്കുകയും ചെയ്യും. അപ്പോഴാണ് അവർ വിത്ത് അതിൽ നിന്ന് ചെടി മുളച്ചു പോകുന്നത് പോലെ ശരീരം നന്നായി അവർ പുറത്തേക്ക് വരിക. അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവർ ജഹന്നമിയൂൻ എന്നാണ് അറിയപ്പെടുക, ജഹന്നമിൽ നിന്ന് വന്ന ആളുകൾ. പിന്നീട് റബ്ബ് സുബ്ഹാനഹു തആല അവരുടെ പേര് ഉതഖാഉൽ ജബ്ബാർ, അല്ലാഹു സുബ്ഹാനഹു തആല മോചിപ്പിച്ചവർ എന്നവർക്ക് പേര് നൽകുന്നതാണ്. ആദ്യം അവർ ജഹന്നമിയൂൻ എന്നാണ് അറിയപ്പെടുക. പിന്നീട് അവരുടെ പേര് മാറ്റി അൽ ജബ്ബാറായ റബ്ബ് സുബ്ഹാനഹു തആല മോചിപ്പിച്ചവർ എന്ന പേര് അവർക്ക് ലഭിക്കുന്നതാണ്. ഇത് അഹ്ലുസുന്നത്തിന്റെ മുഅ്മിനീങ്ങളുടെ വിശ്വാസമാണ്. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങൾ, സ്വർഗവാസികളായ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് പറയും, റബ്ബേ, അവർ ഞങ്ങളുടെ കൂടെ ദുനിയാവിൽ നിസ്കരിച്ചവരായിരുന്നു, നോമ്പെടുത്തവരായിരുന്നു, ഹജ്ജ് ചെയ്തവരായിരുന്നു, അവരെ മോചിപ്പിക്കണേ. സുബ്ഹാനല്ലാഹ്. അവിടെ നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താ? നിസ്കരിച്ചിരുന്ന, നോമ്പെടുത്തിരുന്ന, ഹജ്ജ് ചെയ്തിരുന്ന ചിലർ നരകത്തിൽ ഫഹ്മായി, കരിക്കട്ടയായി കിടക്കേണ്ടി വരും. എന്തിന്റെ പേരിൽ? അവരുടെ പാപങ്ങളുടെ പേരിൽ. വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കുക, തിന്മകളെ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത വരി എന്താണ്? അടുത്തത് പരലോക രംഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വിശദീകരിക്കുന്നത്. വഇന്ന റസൂലല്ലാഹി ലിൽഖൽഖി ശാഫിഉൻ, വഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽഖൽഖി ശാഫിഉൻ വഖുൽ ഫീ അദാബിൽ ഖബ്രി ഹഖ്ഖുൻ മുവദ്ദഹു. അദാബുൽ ഖബറിന്റെ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ഷാഫിഉൻ, ശുപാർശ പറയുന്നവരാണ്. പരലോകത്തെ ശുപാർശ, ശഫാഅത്ത് നമ്മൾ വിശ്വസിക്കേണ്ടുന്ന കാര്യമാണ്. നോക്കൂ, ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു തആല ശഫാഅത്ത് ഇല്ല, പരലോകത്തൊരു ശഫാഅത്ത് അവർക്ക് പ്രയോജനപ്പെടുകയില്ല എന്ന് പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ ആരുണ്ടവെങ്കിൽ ശുപാർശ ചെയ്യാൻ എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, അള്ളാഹുവിൻ്റെതാണ് മുഴുവൻ ഷഫാഅത്തും എന്ന് പറഞ്ഞത് കാണാം. ഖുർആനിലെ ഷഫാഅത്തിനെ കുറിച്ച് പറഞ്ഞ ശൈലി നിങ്ങൾ നോക്കിയാൽ ഷഫാഅത്ത് അവർക്ക് പ്രയോജനപ്പെടുകയില്ല.
അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ ശുപാർശ ചെയ്യാൻ ഇതുപോലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ. എന്തുകൊണ്ടാണത്? കാരണം ശഫാഅത്തിനെ കുറിച്ച് ജാഹിലിയ്യത്തിൽ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ള ധാരാളം തെറ്റായ ധാരണകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ എല്ലാം ഇല്ലാതാക്കുകയാണ്. ദുനിയാവിൽ ആളുകളുടെ ശുപാർശ പലപ്പോഴും എങ്ങനെയാണ്? ശുപാർശ ഒന്നുകിൽ സ്നേഹത്തിന്റെ പേരിലായിരിക്കും. ഉപ്പയോട് വല്ല കാര്യവും നേടാനുണ്ട് എങ്കിൽ മകൻ ശുപാർശ പറയും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ശുപാർശ പറയും. ഇയാൾക്ക് ഇഷ്ടമില്ലെങ്കിലും താൻ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ അത് അനുവദിച്ചു കൊടുക്കും അയാൾ. അല്ലെങ്കിൽ വിജാഹത്തിന്റെ പേരിലുള്ള ശഫാഅത്തുണ്ട്. അതെന്താണ്? സ്നേഹത്തിന്റെ അല്ല, മറിച്ച് സ്ഥാനമാനങ്ങളുടെ പേരിൽ. രാജാവിന്റെ അരികിൽ മന്ത്രി ശുപാർശ ചെയ്യുക, അല്ലെങ്കിൽ മന്ത്രിയുടെ അരികിൽ പാർട്ടിയുടെ നേതാവ് ശുപാർശ പറയുക. ഇയാൾക്ക് ആ കാര്യം ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കും, എങ്കിൽ പോലും തന്റെ ഈ അടുത്ത അനുയായിയെ തെറ്റിക്കരുത്, അയാൾ തെറ്റിച്ചാൽ അയാളുടെ പിന്തുണ നഷ്ടപ്പെടും, ഇതുപോലുള്ള ഭയത്തിൽ ശുപാർശ സ്വീകരിക്കും. ഇത് രണ്ടും അള്ളാഹുവെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് പറയാവതല്ല. മറിച്ച് പരലോക ശുപാർശ, അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ ശുപാർശ എന്നാൽ അത് അള്ളാഹുവിൻ്റെതാണ്, അതിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശം. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, പറയുക ശുപാർശ മുഴുവൻ റബ്ബിന്റെതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഹഖീഖത്തുൽ ഹാൽ, യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെ അവനാണ് ശുപാർശ നടപ്പിലാക്കിയത്, അവനിലേക്കാണ് ശുപാർശ എന്നതാണ് അത് മുഴുവൻ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക. എന്തുകൊണ്ടാണ്? കാരണം പരലോകത്ത് ശുപാർശ ചെയ്യുക അള്ളാഹു അനുവദിച്ചവർ മാത്രം. ആർക്കു വേണ്ടി? അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രം. ആരാണ് അള്ളാഹു തൃപ്തിപ്പെട്ടവർ? അവനെ മാത്രം ഇബാദത്ത് ചെയ്തവർ. ഇതിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ചില ശുപാർശകളുണ്ട്. നബിയും ബാക്കിയുള്ള നബിമാരും ഒരുപോലെ ചെയ്യുന്ന ശുപാർശകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ചെയ്യുന്ന ശുപാർശകളിൽ ഒന്നാണ് അശ്ശഫാഅത്തുൽ ഉദ്മ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ശുപാർശ. അതെന്താണ്? നാളെ പരലോകത്ത് മഹ്ശറിൽ വിചാരണക്കെടുക്കാൻ ആളുകൾ അള്ളാഹുവിനോട് ആര് ഇതേക്കുറിച്ചൊന്ന് പറയും എന്നത് അവർ സംസാരിക്കും. അങ്ങനെ ജനങ്ങൾ ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിൽ ചെല്ലും. ആദം നബി അലൈഹിസ്സലാം നൂഹ് നബിയുടെ അരികിലേക്ക് ആളുകളെ പറഞ്ഞേക്കും. നൂഹ് നബി ഇബ്രാഹിം നബിയുടെ അരികിലേക്ക്, ഇബ്രാഹിം നബി മൂസാ നബിയുടെ അരികിലേക്ക്, മൂസാ നബി ഈസാ നബിയുടെ അരികിലേക്ക്, ഈസാ നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്. ആ നബിമാരെല്ലാം പറയും, ഇന്ന് അള്ളാഹു ഒരു കോപിച്ചിരിക്കുന്നു. അവരെല്ലാം സ്വന്തം കാര്യം ഭയപ്പെടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവസരം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ, അതെ ഞാനാണ് അതിന്റെ ആൾ. അങ്ങനെ റബ്ബിന്റെ അർശിന് മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴും. അള്ളാഹു ഉദ്ദേശിച്ച കാലം, അള്ളാഹു നബിക്ക് റബ്ബിനെ പുകഴ്ത്താനുള്ള ചില കാര്യങ്ങൾ മനസ്സിലിട്ട് കൊടുക്കും. റബ്ബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഖേന പുകഴ്ത്തും. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബ് പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക് സൽ തുഅത വശ്ഫഅ തുശഫഅ. മുഹമ്മദ് ശിരസ് ഉയർത്തുക, ചോദിക്കുക, താങ്കൾ ചോദിക്കുക നൽകപ്പെടും. ശുപാർശ പറയുക, ശുപാർശ സ്വീകരിക്കപ്പെടും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹു ശുപാർശ അനുവദിക്കുക മാത്രമല്ല, അള്ളാഹു കൽപ്പിച്ചിട്ടാണ് ശുപാർശ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ശുപാർശ ചെയ്യുന്നത്. ആർക്കേ ശുപാർശ പ്രയോജനപ്പെടൂ? സ്വർഗത്തിലെത്താനുള്ള ശുപാർശ അള്ളാഹുൽ പങ്കുചേർക്കാത്തവർക്ക് മാത്രം. എന്നാൽ ഈ ശുപാർശ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാരണം വിചാരണക്കെടുക്കുക എന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത സകല ആളുകൾക്കും വെളിവാകുന്നതാണ്, എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ രണ്ടാമത്തെ ശുപാർശ സ്വർഗം തുറക്കാൻ വേണ്ടി, അതിലേക്ക് ആളുകൾ പ്രവേശിക്കാൻ വേണ്ടിയുള്ള ശുപാർശയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയോടെ അല്ലാതെ സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിക്കണോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ഉണ്ടായിരിക്കണം. മൂന്നാമത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായുള്ള ശുപാർശയാണ് നബിയുടെ പിതൃവ്യൻ അബൂ താലിബിന് വേണ്ടിയുള്ള ശുപാർശ. സാധാരണ കുഫാറുകൾക്ക്, ഒരു കാഫിറിന് ഒരു ശുപാർശയും പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല, ഒരു ശുപാർശയും. എന്നാൽ അബൂ താലിബിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശുപാർശ പ്രയോജനപ്പെടും. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബിയോട് ചോദിച്ചു, നബിയെ, അബൂ താലിബിന് താങ്കൾ എന്തെങ്കിലും ഉപകാരം പരലോകത്ത് ചെയ്തു കൊടുക്കുമോ? അദ്ദേഹം താങ്കളെ സഹായിച്ചിരുന്നു. വയഗ്ളബു ലക്, താങ്കൾക്ക് വേണ്ടി ജനങ്ങളോട് എതിരിട്ടിരുന്നു, കോപിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാനില്ലായിരുന്നുവെങ്കിൽ അബൂ താലിബ് നരകത്തിന്റെ അടിത്തട്ടിലായേനെ. ഞാൻ എന്റെ ശഫാഅത്ത് കൊണ്ട് അബൂ താലിബ് അലാ ദഹ്ദാഹിൻ മിനന്നാർ, നരകത്തിന്റെ മുകളിൽ അഥവാ
കാലടി മാത്രം നരകത്തിലാകുന്ന അവസ്ഥയിൽ ആയിത്തീരും. അത് മുഖേന അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ചുമറിയും. നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ എനിക്കാണെന്നാണ് അദ്ദേഹത്തിന് തോന്നുക. പക്ഷെ അത് ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സഹായം ചെയ്തു കൊടുത്തു, എന്നിട്ടും നരകമോചനത്തിന് നബിയുടെ ശുപാർശയില്ല. കാരണം സാധ്യമല്ല. മറിച്ച് എന്റെ അബൂ താലിബിന്റെ ഖാസായ ഒരു ശുപാർശ നബിയുടെ ഇത് ലഭിക്കുക, നരകത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാകേണ്ടിയിരുന്ന അബൂ താലിബ് ആ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകപ്പെടും. പക്ഷേ ശാശ്വതനായി നരകത്തിൽ തന്നെയാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ഒരു ശഫാഅത്താണ്. ഇനി ബാക്കിയുള്ള നബിമാരും മുഅ്മിനീങ്ങളും മലായിക്കത്തും ഒക്കെ ചെയ്യുന്ന ശുപാർശകളുണ്ട്. അതെന്താണ്? നരകത്തിൽ അകപ്പെട്ട ആളുകളെ മോചിപ്പിക്കാനുള്ള അള്ളാഹുവിനോടുള്ള ശഫാഅ, അതുപോലെ നരകത്തിൽ ആളുകൾ പ്രവേശിക്കാതിരിക്കാനുള്ള ശഫാഅത്ത്. ഇതുപോലുള്ള ശഫാഅത്തുകൾ ബാക്കിയുള്ള നബിമാരും അതുപോലെ മുഅ്മിനുകളും മലായിക്കത്തുമെല്ലാം നിർവഹിക്കുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.